മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണന്റെ ഉദ്ദേശ്യം ദുരൂഹമെന്ന് വ്യക്തമാക്കി പോലീസ്. സർക്കാരിന് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട് 24 പുറത്തുവിട്ടു. കെ ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തികളിൽ അടിമുടി ദുരൂഹതയെന്ന് റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ഒരു IAS ഉദ്യോഗസ്ഥൻ മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് മാത്രമാണോ ഈ വിവാദം? അല്ലെന്ന് സംസ്ഥാന പോലീസ് തന്നെ കണ്ടെത്തിയ ഈ റിപ്പോർട്ടിൽ പറയും. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും അതേ ദിവസം തന്നെ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നുമുള്ള കെ ഗോപാലകൃഷ്ണന്റെ വാദത്തിൽ തുടങ്ങുന്നു നുണകളുടെ കോട്ട. മല്ലു ഹിന്ദു ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് പ്രചരിച്ചതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഗ്രൂപ്പിന്റെ അഡ്മിൻ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണൻ. വിവാദമായതിനു പിന്നാലെ മല്ലു മുസ്ലിം ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ മറ്റൊരു ഗ്രൂപ്പുമുണ്ടായി. ഇതോടെ വിവാദം കത്തിക്കയറി. അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇതായിരുന്നു: ഒരു സമുദായത്തെ സംഘം മാത്രം ഉണ്ടായിരുന്നില്ല, അതിൽ മറ്റു സമുദായത്തിലുള്ളവരും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 11 ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ അപ്പം തന്നെ എല്ലാ ഗ്രൂപ്പും ഡിലീറ്റ് ചെയ്തു. എൻ്റെ കോൺടാക്ട്സ് മുഴുവനും ഉള്ളതാണ് ഉണ്ടായിരുന്നു. ഞാൻ അഡ്മിൻ ആയിരുന്നാണ് അവർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടത്. കെ ഗോപാലകൃഷ്ണ IAS ഇപ്പറഞ്ഞതൊക്കെ കള്ളമാണ്. ഒക്ടോബർ 31 വിവാദ വാട്സപ്പ് ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടുന്നു. സഹപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, പിന്നാലെ ഫോൺ ഫോർമാറ്റ് ചെയ്തു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊന്നുമല്ല. വിവാദങ്ങൾക്ക് പിന്നാലെ കെ ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുന്നത് നവംബർ 4. അന്ന് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് പരാതി നൽകിയ മൊബൈൽ ഫോൺ കൈമാറാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അടുത്ത ദിവസം നവംബർ 5 ഒരു ഐഫോൺ പോലീസിന് കൈമാറിയത്. ആ ഫോണിൽ വാട്സപ്പ് ഉപയോഗിച്ചിരുന്നില്ലെന്ന് പോലീസ് മനസ്സിലാക്കി. പിന്നാലെ വീണ്ടും ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. നവംബർ 6 വീണ്ടും സാംസങ് ഫോൺ പോലീസിന് കൈമാറി. പോലീസ് മെറ്റയിൽ നിന്നും ഗൂഗിളിൽ നിന്നും വിവരങ്ങൾ തേടി ഫോറൻസിക് പരിശോധന നടത്തി. ആ പരിശോധനാ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. കെ ഗോപാലകൃഷ്ണൻ ആദ്യമായി ഫോൺ ഫോർമാറ്റ് ചെയ്തത് ഒക്ടോബർ 31 പകരം പോലീസിന് പരാതി നൽകിയതിന് തലേ ദിവസം നവംബർ 3 ആദ്യം ഫോൺ ഫോർമാറ്റ് ചെയ്തു. പിന്നീട് ശരിക്കുള്ള ഫോൺ പോലീസിന് കൈമാറിയ നവംബർ 6 രാവിലെ 2 തവണ ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപേ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ഹാക്കിംഗ് തെളിയിക്കുന്ന തരിമ്പ് തെളിവ് പോലുമില്ലെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ വ്യാജ പരാതി നൽകിയതോ മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതോ പരാമർശിച്ചിട്ട് പോലുമില്ല. കേവലം ഒരു സസ്പെൻഷനിൽ ഒതുക്കേണ്ട കുറ്റം മാത്രമാണോ കെ ഗോപാലകൃഷ്ണൻ ചെയ്തത്? വ്യാജ പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് കേസെടുക്കേണ്ടേ? പോലീസ് തന്നെ ദുരൂഹത പറഞ്ഞിട്ടും ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ എന്തുകൊണ്ട് അതൊന്നും പരാമർശിച്ചില്ല? കെ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥ ലോബിയുണ്ടോ? ചോദ്യങ്ങൾ പലതാണ്. ഉത്തരം നൽകേണ്ടത് സർക്കാരും. വിപിൻ വേളിക്കും രാജ്കിരണിനും ശ്രീജുവിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.